നെക്സ്റ്റ് വൺ ഈസ് മൊഡ്യൂൾ 3 ടെക്നോളജി ഇൻറ്റഗ്രേഷൻ ഇൻ ബിസിനസ്. ഇത് നമുക്ക് ജനറലായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് തന്നെ തീരും, കോമൺ കാര്യങ്ങളാണ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ +2 ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും IT ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് തന്നെയാണ് ഇതിൽ വരിക എന്നുള്ളതാണ്. ബിസിനസ്സിലും പഠിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കേട്ടുകേൾവിയുള്ള ഒരു ടോപ്പിക്കാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈസിയാണ്. ടെക്നോളജി ഇൻറ്റഗ്രേഷൻ ഇൻ ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? നമ്മൾ ബിസിനസ്സിലെ ഓരോരോ കാര്യങ്ങളിലെ എല്ലാ പ്രോസസ്സിലും ഏത് മേഖലയിലായാലും നമ്മൾ പുതിയ ടെക്നോളജീസ് എങ്ങനെ ഇലക്ട്രോണിക് പരമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അതിൻ്റെ യൂസ്ഫുൾനെസ് ഈ ബിസിനസ്സിലെ ഓരോ മേഖലയിലും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല, പുതിയ പുതിയ ടെക്നോളജീസും ഇലക്ട്രോണിക്കായിട്ട് ഒരുപാട് ഓട്ടോമാറ്റിക് മെഷീൻസൊക്കെ നമ്മുടെ കമ്പനി ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വേൾഡ് വൈഡ് ആയിട്ടായാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിലായാലും വരുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഓരോ ബിസിനസ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്, ഏതൊക്കെ ഐറ്റംസാണ് ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മേഖലകളിൽ സെക്ടേഴ്സിൽ വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഓവറോളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ആദ്യം തന്നെ കൊമേഴ്സ് ആണ്. കൊമേഴ്സ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡ് വേണമെങ്കിൽ പറയാം. കൊമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ്? വാട്ട് ഈസ് കൊമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. എങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ മീനിങ് നോക്കാം. എന്താണ് കൊമേഴ്സ് എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻ നിങ്ങൾ മീനിങ് ആയിട്ട് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് ഡെഫിനിഷൻ വരുന്നുണ്ട്. അതിൽ ഇൻ കേസ് ഒന്നുകിൽ നിങ്ങൾ ഡെഫിനിഷൻ നോക്കുക അല്ലെങ്കിൽ മീനിങ് ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിച്ചിരിക്കുക. കൊമേഴ്സ് ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വൺ വേർഡ് ആയിട്ടായാലും അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ഈസ് കൊമേഴ്സ്? ഇലക്ട്രോണിക്, അതിൻ്റെ ഫുൾ ഫോം തന്നെ ഈസി എന്നായിരിക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെ തന്നിട്ടുണ്ടായിരിക്കാം. ഈസി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇറ്റ് ഈസ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ദ ട്രാൻസ്മിറ്റിംഗ് ഓഫ് ഫണ്ട്സ് ഓർ ഡാറ്റ ഓവർ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്, ബേസിക്കലി ദ ഇൻ്റർനെറ്റ്. ഇത്രയാണ് നമ്മൾ കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒന്നുകിൽ വാങ്ങുക, ഇപ്പോൾ ഏതെങ്കിലും ഗുഡ്സോ സർവീസോ ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ഏതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണെന്ന് പറയുന്നത്? അല്ലെങ്കിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. അതുമാത്രമല്ല, ട്രാൻസ്മിറ്റിംഗ് ഓഫ് ഫണ്ട് ഓർ ഡാറ്റ, എന്തെങ്കിലും നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ, ഡാറ്റാസ്, ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഫണ്ട് പരമായിട്ടുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ ഫണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാമെന്നൊക്കെ ഉണ്ടല്ലോ, ത്രൂ ആൻഡ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. അപ്പോൾ ഇലക്ട്രോണിക് നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പല പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടാവുമല്ലോ ബിസിനസ് ആകുമ്പോൾ. അപ്പോൾ അവർ തമ്മിൽ രേഖാപരമായിട്ടുള്ള പല കാര്യങ്ങളും കോൺഫിഡൻഷ്യലായിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ വാങ്ങാനും അല്ലെങ്കിൽ അയക്കാനും ഒക്കെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. അത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് കൊമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ബൈങ് ആൻഡ് സെല്ലിങ് മാത്രമല്ല, എന്തൊക്കെയാണ് വരുന്നത്? ട്രാൻസ്മിറ്റിംഗ് ഓഫ് ഫണ്ട്സും ഡാറ്റയും കൂടി വരുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ ഒരിക്കലും ഈ വേർഡ്സ് നിങ്ങൾ മിസ്സാക്കി കളയരുത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസിന് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എഴുതേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് നോക്കാം. ദീസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്വർ ഐദർ ആസ് ബിസിനസ് ടു ബിസിനസ്. അത് പല തലങ്ങളിലുണ്ട് എന്നാണ് പറയുന്നത്. പല മേഖലയായിട്ടും അല്ലെങ്കിൽ പല തലത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കൊമേഴ്സ് നടപ്പിലാക്കുന്നുണ്ട്. ആരൊക്കെ തമ്മിലാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമർ, ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമറിലേക്കായിരിക്കാം, അല്ലെങ്കിൽ കൺസ്യൂമറിൽ നിന്ന് കൺസ്യൂമറിലേക്കായിരിക്കാം, അല്ലെങ്കിൽ കൺസ്യൂമർ ടു ബിസിനസ് ആയിരിക്കാം. അങ്ങനെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് വഴിയാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും നടപ്പിലാകുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ വരുന്നത് കൊമേഴ്സ് മേക്സ് പോസിബിൾ റൗണ്ട് ദ ക്ലോക്ക് 24 hours ബിസിനസ്. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത് 24 hour ഡ്യൂട്ടിയാണെന്ന്. അപ്പോൾ കൊമേഴ്സ് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൊമേഴ്സ്
അവരുടെ ബിസിനസ്, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ദാറ്റ് ഇറ്റ്സ് 24/7 എന്നാണ്. അപ്പോൾ ഒരു റെസ്റ്റ് ഇല്ല. എല്ലാ കാര്യങ്ങളും ഏത് സമയത്ത് നമുക്ക് വാങ്ങാൻ വയ്ക്കുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ തറവായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും, എളുപ്പത്തിൽ പഠിക്കാനും പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം നമുക്ക് കേട്ടിട്ടുള്ള ടേംസാണ്, നമ്മൾ ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന ടേംസുമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ബിസിനസ് ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും ഇത്. അപ്പോൾ കാരണം നമുക്ക് ഓൺ വേർഡ്സിലൊക്കെ എഴുതാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഡെഫിനിഷനായിട്ട് നോക്കാം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഇ കൊമേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് ഡെഫിനിഷൻസ്, 5 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നോക്കാം. വെരി സിമ്പിൾ, ഒറ്റ ലൈനിലായിട്ടും. ദ യൂറോപ്യൻ കമ്മീഷൻ ഡിഫൈൻസ് ഇ കൊമേഴ്സ് ആസ് ഡൂയിങ് ബിസിനസ് ഇലക്ട്രോണിക്കലി, അത്ര എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ഒരു 2 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ലൈൻ പോലും തികയാത്ത ഈ ഒരു ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റ് ലൈൻ ആണെങ്കിൽ നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. നിങ്ങൾ ഒറ്റ ലൈനിൽ എഴുതിയേക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ പോലും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പേപ്പറുകളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടി വൈഡായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു 2 സെൻറ്റൻസ് എങ്കിലും വരുന്ന രീതിയിൽ ഡെഫിനിഷനായിട്ട് എഴുതുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ മീനിങ് എഴുതിയാലും മതി. ഏതാണോ നിങ്ങൾക്ക് ഫേവറബിളായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എഴുതാൻ എളുപ്പം തോന്നുന്നത് ഏതാണ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് 4th one ആണ്. ടിമ്മേഴ്സ് ഡിഫൈൻഡ് ഇ കൊമേഴ്സ് ആസ് എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. എനി ഫോം ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ദ പാർട്ടീസ് ഇൻട്രാക്ട് ഇലക്ട്രോണിക്കലി റാദർ ദാൻ ബൈ ഫിസിക്കൽ എക്സ്ചേഞ്ച് ഓർ ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്ട്. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് എനി ഫോം ഓഫ് ഇ കൊമേഴ്സ് മീൻസ് എനി ഫോം ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, ഇൻ വിച്ച് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടീസ് എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് ദേ ഇൻട്രാക്ട് ഇലക്ട്രോണിക്കലി റാദർ ദാൻ ബൈ ഫിസിക്കൽ, അതായത് ഫിസിക്കലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാതെ ഒക്കെ എങ്ങനെയായിരിക്കും, ഇലക്ട്രോണിക് മീൻസ്, അതായത് ത്രൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് വഴി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. 2 പാർട്ടീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റ് അവർ തമ്മിലില്ലാതെ നേരിട്ട് കാണാതെയും നേരിട്ട് കൈമാറ്റം ചെയ്യാതെയുള്ള ഏത് ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെയും നമുക്ക് എന്തെന്ന് പറയാം, ദാറ്റ് ഈസ് ഇ കൊമേഴ്സ് എന്ന് പറയാം. ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ കുറച്ച് വൈഡാണ്, പിന്നെ ഉള്ളത് തീരെ ചെറുതുമാണ്. അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാം, അല്ലെങ്കിൽ മീനിങ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ ഫസ്റ്റ് പേജിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് നോക്കാം ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇ കൊമേഴ്സ്. ഫസ്റ്റ് 1 വരുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ. അതായത് നമുക്കറിയാം ഇ കൊമേഴ്സ് ആയതുകൊണ്ട് എല്ലാം ത്രൂ ഡിജിറ്റൽ മീൻസ് ആണ്. അപ്പോൾ ഫിസിക്കൽ എക്സ്ചേഞ്ച് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഡിജിറ്റൽ ഇൻഫർമേഷൻ കൺസിസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, sending and receiving of electronic orders, coordination, flow of goods and services and settlement of payments. അപ്പോൾ നേരത്തെ നമ്മൾ മീനിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് എന്താണ് ഈ ഡിജിറ്റൽ ഇൻഫർമേഷൻ ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. എന്തായിരിക്കാം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമുക്ക് പരസ്പരം പറയാനുള്ള കാര്യങ്ങളായിരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം ഈ ഡിജിറ്റൽ മീൻസ് വഴി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കാം, സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക, പല പല ഇലക്ട്രോണിക് ഓർഡറുകളായിരിക്കാം. ഇപ്പം നമുക്ക് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറുകൾ, നമുക്ക് മെറ്റീരിയൽസ് വേണം എന്നുള്ള ഓർഡറുകൾ, പർച്ചേസിങ് ഓർഡർ, സെയിൽസ് ഓർഡർ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിജിറ്റൽ മീൻസ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. ആൻഡ് കോർഡിനേറ്റിംഗ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ്, അതായത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തതനുസരിച്ച് പേയ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ അങ്ങോട്ട് അയക്കുക, തിരിച്ചയക്കുക, അതിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് അയക്കുക, അതിൻ്റെ റെസിപ്റ്റ് അയക്കുക, സ്കാൻ ചെയ്ത് ഡിജിറ്റൽ മീൻസിൽ മറ്റേ ആൾക്ക് റിസീവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ള രീതികളൊക്കെ നമ്മൾ ത്രൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയാസ് കൂടെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇ കൊമേഴ്സിൽ ഫസ്റ്റായിട്ട് വരുന്ന പോയിന്റ്. സെക്കൻഡ് 1 വരുന്നത് ടെക്നോളജി ബേസ്ഡ് എന്നുള്ള പോയിൻ്റാണ്. എങ്ങനെയാണ് ടെക്നോളജി ബേസ്ഡ് ആവുന്നത്? ദ അപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് ഹൈലി എസെൻഷ്യൽ ഫോർ ഇ കൊമേഴ്സ്. അതറിയാലോ, നമുക്ക് പുതിയ രീതിയിലുള്ള ഇൻ്റർനെറ്റ് ടെക്നിക്കുകളും, അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നെറ്റ്വർക്ക്
മറ്റ് ഇലക്ട്രോണിക് മീൻസ് എല്ലാത്തിൻ്റെയും ഉപയോഗം നമുക്കിവിടെ ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടെക്നോളജി ബേസ്ഡ് ആണ്. അത് ഇൻഫർമേഷൻ ടെക്നോളജി മാത്രമല്ല, അതാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നതെങ്കിലും കംപ്ലീറ്റ്ലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ പുതിയ പുതിയ ടെക്നോളജീസും നമ്മൾ ഒരു കാര്യം അയക്കാൻ, ഇപ്പോൾ ഫാക്സ് ആണെങ്കിൽ ഫാക്സ് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും പുതിയത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ടെലിഫോൺ ആയപ്പോലും അതിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ന്യൂ ഇൻവെൻഷൻസ് ഉണ്ടെങ്കിൽ ആ ഫോം നമ്മൾ സെലക്ട് ചെയ്യുന്നു. കമ്പ്യൂട്ടർ ഒരു സിസ്റ്റം വാങ്ങുകയാണെങ്കിൽ അതിൽ ഏറ്റവും പുതിയത്, ഇപ്പോൾ ബിസിനസ് കൺസേൺസ് ഒക്കെ ആകുമ്പോൾ അത്രയും ഇന്നോവേഷൻസ് നടത്തിയിട്ടുള്ള മെഷീൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ആവശ്യമുണ്ടാകും. കാരണം ഓൾഡ് ഫോമിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. നമുക്കൊരു മിനിറ്റിൽ വെച്ച് എത്രയധികം ട്രാൻസാക്ഷൻസ് ഒരു കമ്പനിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പുതിയ ടെക്നോളജീസ് തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് മീഡിയം എന്ന് പറയുന്നത് നമ്മൾ എത്ര വില മുടക്കിയാലും, ഇപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ കോടികളായാൽ പോലും നമ്മൾ വലിയൊരു കമ്പനിയാണെങ്കിൽ അത് മേടിച്ച് അവരവൻ്റെ കാര്യം നടത്താൻ ശ്രമിക്കുമെന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടെക്നോളജി. ഇനി മൂന്നാമത്തെ വരുന്നത് ലെവൽസ് ഓഫ് ഇ കൊമേഴ്സ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, പല പല ലെവൽസ് ഉണ്ട്, പല പല ആൾക്കാർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ബിസിനസ് ടു ബിസിനസ് ആയിരിക്കാം, ബിസിനസ് ടു കൺസ്യൂമർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കാം, കൺസ്യൂമറും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺസ്യൂമറും ബിസിനസ്സും തമ്മിലുള്ള, അങ്ങനെ പരസ്പരമുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം, ഓർഡേഴ്സും എല്ലാം ത്രൂ ഇ കൊമേഴ്സ് ആണ് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ തേർഡ് characteristic of e-commerce. And fourth one, avoids time and place constraint. E-commerce is a solution for avoiding time and place limitations of business. ശരിയാണല്ലേ? കാരണം നമ്മുടെ സമയത്തിൽ വരുന്ന നഷ്ടവും, അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ടൈം, പിന്നെ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അതിനെയൊക്കെ കവർ ചെയ്യാനായിട്ട് നമുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ കൊമേഴ്സ് വഴി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് ചെന്ന് കൊടുക്കേണ്ട സാധനങ്ങൾ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ദൂരത്തിരിക്കുന്ന ആ ഒരു പ്ലേസ് ഡിസ്റ്റൻസ് നമുക്കിവിടെ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സമയ ലാഭവും നമുക്ക് ഈ കൊമേഴ്സ് വഴി നമുക്ക് ലാഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റേജ് ഓഫ് അനാവശ്യമായിട്ടുള്ള സമയം നഷ്ടം, ട്രാവലിംഗ് ക്ഷീണം, ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ 4th ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഇൻ്റർ ഓർഗനൈസേഷണൽ. അതായത് എന്തായിരിക്കും ഇപ്പോൾ, ഇറ്റ് കവേഴ്സ് ആൻഡ് സപ്പോർട്ട്സ് ദ ഇൻ്റർ ആസ് വെൽ ആസ് ഇൻട്രാ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. നമ്മൾ മറ്റ് കമ്പനീസ് ഇൻ്റർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ദാറ്റ് ഈസ് 1 or more ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കമ്പനീസ്, ഒന്നോ അതിലധികമോ കമ്പനീസ് ആയിട്ടുള്ള ഇടപാടുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇൻട്രാ ഓർഗനൈസേഷനിൽ, ഒരു ഓർഗനൈസേഷനിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും ഇൻഫർമേഷൻസ് അയക്കാനൊക്കെ ആയിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഈ കൊമേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്ക്. മിനിമം ഒരു ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇൻ കേസ് ഇത് വരാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. നെക്സ്റ്റ് ടേം ഇമ്പോർട്ടൻ്റ് ടേമാണ്, ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ഇ കൊമേഴ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരേപോലെ തോന്നുന്ന ഒരു വേർഡാണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ് ഇ കൊമേഴ്സ് ആൻഡ് എന്താണ് ഇ ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയാം, ഇതിലേതാണ് വൈഡർ ടേം എന്നുള്ളതാണ്. നമ്മൾ ഇ കൊമേഴ്സ് അല്ല വൈഡർ ടേം, ഈ ബിസിനസ് തന്നെയാണ് വൈഡർ ടേം. അതായത് ഈ ബിസിനസ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ബിസിനസ്, ആ ഇലക്ട്രോണിക് ബിസിനസ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ ഈ ബിസിനസ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഹെൽപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു ബ്രാഞ്ച് മാത്രമാണ് ഇ കൊമേഴ്സ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇനി നമ്മൾ എല്ലാ പോയിൻറ്റ്സും വായിച്ച് നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്ന ഇ കൊമേഴ്സ്, ഇറ്റ് ഈസ് എ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓവർ ഇൻ്റർനെറ്റ്. ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യുന്നു പറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഡിഫറൻസ് വൈസ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഗുഡ്സും സർവീസസും ഒക്കെ ഇൻ്റർനെറ്റ് വഴി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ട്രേഡിംഗ് പ്രോസസ്സിനെ നമുക്ക് ഇ കൊമേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ വാട്ട് ഈസ് ഇ ബിസിനസ്? ഇറ്റ് ഈസ് ഓട്ടോമേഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ഓർ ഡിഫറെൻറ്റ് ബിസിനസ് പ്രോസസ്സ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോമേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത്
ബിസിനസ്സിനെ മൊത്തം ഒരു ഓട്ടോമാറ്റിക് ആക്കി മാറ്റുക, അതായത് മനുഷ്യൻ്റെ ഒരു പ്രവർത്തനം ഇല്ലാതെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ഒരു സാന്നിധ്യം ബിസിനസ്സിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ടുള്ള ഇടപഴകൽ കുറയ്ക്കുക, അതിന് വേണ്ടിയിട്ട് ഏത് തരം മെഷീൻസും ഏത് തരം റോബോട്ട്സിനെ വരെ ഉപയോഗിക്കുക എന്ന് പറയില്ലേ, അതൊക്കെ വരികയാണെങ്കിൽ അത് ഈ ബിസിനസ്സിലാണ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുറച്ചും കൂടി വൈഡർ ടേം എന്ന് പറയുന്നത് ഈ ബിസിനസ് തന്നെയാണ്. ബിസിനസ് ഓപ്പറേഷൻസ് മുഴുവനായിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റുകയാണ് ഈ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കാം, ഇ കൊമേഴ്സ്. ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ഇ ബിസിനസ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇൻട്രൊഡക്ഷനിൽ. ഈ ബിസിനസ്സിൻ്റെ ഒരു കമ്പോണൻ്റ്, ഒരു ഭാഗം മാത്രമാണ് ഇ കൊമേഴ്സ് എന്നുള്ളത്. ആൻഡ് ഇ ബിസിനസ് ഇറ്റ് ഈസ് എ ബ്രോഡർ കൺസെപ്റ്റ് ആൻഡ് ദ സൂപ്പർ സിസ്റ്റം വിച്ച് കംപ്രൈസസ് ഇ കൊമേഴ്സ് ആക്ടിവിറ്റീസ്. ഈ ബിസിനസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ പല പല ആക്ടിവിറ്റീസൊക്കെ ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് ഈ ബിസിനസ്സിലാണ് വരുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇ കൊമേഴ്സിൽ വരുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് മോണിറ്ററി ട്രാൻസാക്ഷൻസ്. ശരിയാണല്ലേ, ഇ കൊമേഴ്സിൽ നമ്മൾ ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. ആൻഡ് ഈ ബിസിനസ് ഇറ്റ് ഡീൽസ് വിത്ത് മോണിറ്ററി ആസ് വെൽ ആസ് അതർ ഫങ്ഷൻസ് ഓഫ് ബിസിനസ്. ഇവിടെ മോണിറ്ററി മാത്രമല്ല, മറ്റ് ഫങ്ഷൻസ്, ബിസിനസ്സിൻ്റെ മറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അതുപോലെ വരുന്ന കോർഡിനേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഓട്ടോമാറ്റിക് ആക്കി മാറ്റാനാണ് പല പല ടെക്നോളജീസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി വൈഡർ ടേമാണ്, ബ്രോഡറാണ്. അതുകൊണ്ടാണത് ഈ ബിസിനസ്സിൽ മറ്റ് ഫങ്ഷൻസ്, ബിസിനസ്സിൻ്റെ മറ്റ് ഫങ്ഷൻസിനെയും കൂടി ഇലക്ട്രോണിക് ആക്കുക, ഓട്ടോമാറ്റിക് ആക്കുക എന്നുള്ളത് ഈ ബിസിനസ്സിൽ വരാനായിട്ടുള്ള കാരണം. നെക്സ്റ്റ് ഫോർത്ത് വൺ, the major focus of e-commerce is external elements of business such as customer, supplier, government. ശരിയാണ്, ഇ-കൊമേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പുറമേ നിൽക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ്. അതായത് കസ്റ്റമേഴ്സായിട്ടും ഗവൺമെൻറ്റായിട്ടും കസ്റ്റമറും തമ്മിലും അതുപോലെ തന്നെ സപ്ലയേഴ്സിനൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആവാനായിട്ടാണ് ഇ-കൊമേഴ്സ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിസിനസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഫോക്കസ് ഓൺ ബോത്ത് ഇൻറ്റേർണൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ എലമെൻറ്റ്സ്. ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ മാത്രമല്ല, എക്സ്റ്റേണൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു ഇ കൊമേഴ്സിൽ. ദെൻ എക്സ്റ്റേണൽ മാത്രമല്ല, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് മറ്റ് ബിസിനസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കൂടുതൽ ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആ ഫങ്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ബിസിനസ്സിൽ ആണ് എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്.